നമസ്തേ, ഞാൻ ശിവറാം ബാബുമാർ. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ധനുരാശിയിൽ ജനിച്ച ആൾക്കാരുടെ മാസഫലങ്ങളാണ് പറയുന്നത്. മെയ് 15 മുതൽ ജൂൺ 14 വരെയുള്ള കാലഘട്ടം. ആ സമയത്തുള്ള മാസഫലങ്ങളും മുഹൂർത്തങ്ങളും കടം വിടാനുള്ള മുഹൂർത്തങ്ങളുമാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാം, ധനുരാശിയിൽ വരുന്ന നക്ഷത്രങ്ങളെന്ന് പറഞ്ഞാൽ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. നമ്മൾ പറയുന്നത് സൂര്യൻ്റെ മൂവ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. മെയ് 15 തീയതി സൂര്യൻ ഇടവൻ രാശിയിലേക്ക് കിടക്കുകയാണ്. എന്നുവെച്ചാൽ ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 6ാം ഭാവത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ 6ൽ സൂര്യനുണ്ട്, 3ൽ ആൾറെഡി ശനി നിൽക്കുന്നുണ്ട്, വ്യാഴം 6ലുണ്ട്. മറ്റ് ഗ്രഹങ്ങൾക്കെല്ലാം പ്രാധാന്യം കൊടുക്കുന്ന രവിക്കാണ്. ഈ പ്രാവശ്യം വേറൊരു പ്രത്യേകത ഉണ്ട്. വ്യാഴം മൗഢ്യനായി തുടങ്ങി. മൗഢ്യനാകുമ്പോൾ വ്യാഴൻ്റെ ബലം കൂടുതലായിട്ട് രവിക്ക് വരികയാണ്. അപ്പോൾ രവി വളരെ പവർഫുള്ളാണ് സൂര്യൻ. അപ്പോൾ ധനുരാശിക്കാർക്ക് എങ്ങനെയായിരിക്കും അത് എഫക്റ്റ് ചെയ്യുന്നത്? ധൈര്യപൂർവ്വം അവർക്ക് പല സംരംഭങ്ങളിലും മുന്നിട്ടിറങ്ങാവുന്ന ഒരു മാസമാണ് വരുന്നത്. റിസ്ക് എടുക്കാം എന്നാണ് ഞാൻ പറയേണ്ട മീനിങ്. അവർക്ക് അവർ റിസ്ക് പ്രിയരാണ്, റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവരാണ്. പ്രത്യേകിച്ചും ഓഹരി വിപണിയിലോ മറ്റു കാര്യങ്ങളിലോ അല്ലാന്നൊരു സാഹസികമായ കാര്യങ്ങളിലൊക്കെ ഇവർ മുമ്പോട്ട് പോകാൻ താല്പര്യമുള്ളവരാണ്. അവർക്ക് അതിലൊക്കെ മുമ്പോട്ട് പോകാം. ആ രീതിയിലുള്ള തൊഴിൽ ഉള്ളവർക്ക് വളരെ നന്നായിട്ട് തന്നെ അവർക്ക് പേരെടുക്കാൻ കഴിയും. പ്രൊഫഷണലി വളരെ നല്ലൊരു മാസമാണ് ഈ വരുന്നത്. പ്രൊഫഷണൽ എന്ന് പറയുമ്പോൾ തൊഴിൽ സംബന്ധമായിട്ടും തൊഴിൽ കൊടുക്കുന്നവർക്കും തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്കും ഇത് അനുകൂലമായൊരു മാസമാണ് വരാൻ പോകുന്നത്. ആ സമയത്ത് കുറച്ച് റിസ്ക് എടുത്താലും ചാൻസ് വന്നാൽ ചാൻസ് ഉപയോഗിക്കണം. റിസ്ക്കാണ് അത് പ്രശ്നമാകുമെന്നുള്ള ധാരണയിൽ മാറി നിൽക്കേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും നിങ്ങളല്ലെങ്കിൽ റിസ്ക് നിങ്ങൾ സഞ്ചാരപ്രിയരും റിസ്ക് എടുക്കുന്നവരാണ്. നിങ്ങൾ ധൈര്യമായിട്ടും അതിലൊരു ചാൻസ് എടുത്ത് മുന്നേറാൻ തന്നെ ശ്രമിക്കണം. ഈ മാസം എല്ലാ വർഷവും ഒരു വർഷമല്ല ഞാൻ പറഞ്ഞത്, ഈ മാസത്തെ കാര്യം മാത്രമാണ് ഞാൻ പറയുക. അത് നല്ല റിസ്ക് എടുത്ത് മുമ്പോട്ട് പോകാം. അത് ലേഡീസിനായാലും പിന്നെ ദമ്പതികൾക്കായാലും അവർക്ക് നല്ല സാഹസിക വിനോദയാത്രകളൊക്കെ ചെയ്യാനും നല്ല സമയമാണ്. അതൊക്കെ ചെയ്യാം. നല്ല കുട്ടികൾക്ക് കൊള്ളാം. എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാർക്കും വളരെ അനുകൂലമായ ഒരു സമയമാണ്. അതുപോലെ തന്നെ പ്രണയിക്കുന്നവർക്ക് അവർക്കെല്ലാം സാഹസിക ടൂറുകളൊക്കെ നടത്തി വളരെ ചിലർ പറയാറില്ലേ അടിച്ചു പൊളിച്ചതൊക്കെ, ആ രീതിയിലൊക്കെ പോകാനുള്ള ഒരു പറ്റിയ സമയമാണ്. അപ്പോൾ ഞാൻ പ്രത്യേകമായിട്ട് ഒരു ഇന്ന വിഭാഗമാണെന്നൊന്നും പറയുന്നില്ല. എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാർക്കും, പ്രൊഫഷണലായിട്ടുള്ള ആൾക്കാർക്ക്, എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാർക്കും വളരെ സ്മാർട്ടായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുന്ന ഒരു കാലയളവാണ്. പ്രത്യേകിച്ച് സ്പോർട്സിൽ വർക്ക് ചെയ്യുന്നവർക്ക്, ചാനലിൽ വർക്ക് ചെയ്യുന്നവർ, അഗ്നിസേന, പോലീസ്, പട്ടാളം, ഇവർക്കെല്ലാം വളരെ സ്മാർട്ടായിട്ട് മുമ്പോട്ട് പോകാം. അതിനുള്ള ഒരു ഉൾക്കാഴ്ച അതിനുള്ള ധൈര്യം ഓട്ടോമാറ്റിക്കായിട്ട് ഈ സമയത്ത് ഇവർക്ക് വരുന്നതാണ്. ഇനി കറുത്തവാവ് വരുന്നുണ്ട് അടുത്ത മാസം 6ാം തീയതി. അത് കുറച്ച് ശ്രദ്ധിക്കേണ്ട സമയമാണ് കറുത്തവാവ്. ആ സമയത്തൊക്കെ സ്ത്രീകൾക്കും മറ്റുള്ളവർക്കും ആർത്തവ സംബന്ധമായ അസുഖങ്ങളോ അല്ലാന്നുണ്ടെങ്കിൽ തൈറോയ്ഡ്, മൈഗ്രെയിൻ തുടങ്ങിയ അസുഖങ്ങളൊക്കെ വരാം. ധനുരാശി തന്നെ ഈ നക്ഷത്രക്കാർക്കും വരാം. ഇത് പ്രത്യേകിച്ചുള്ള നടുവേദന തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരാം. അതെല്ലാം കൂടും ഈ ഇത് വരുമ്പോൾ, കറുത്തവ് വരുമ്പോൾ. അത് ടെമ്പററി ആണെന്ന് വിചാരിച്ചാൽ മതി, അല്ല പെർമനൻ്റ് അല്ല. പേടിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയാനുള്ളത്. ഇന്ന് നമുക്ക് പറഞ്ഞാൽ കുറച്ച് നല്ല ദിവസങ്ങളാണ്. നമുക്ക് മുഹൂർത്തങ്ങളായിട്ട് എടുക്കാം. മുഹൂർത്തങ്ങളെന്നല്ല, നല്ല ഇപ്പോൾ ഒരു കാറ് വാങ്ങിക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു എഗ്രിമെൻറ്റ് ചെയ്യാനോ അല്ലാന്നുണ്ടെങ്കിൽ മേലധികാരിയെ കാണാനോ അല്ല മാർക്കറ്റിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ക്ലയൻറ്റിനെ മീറ്റ് ചെയ്യാനോ ഒക്കെ പറ്റിയ ദിവസങ്ങളാണ് പറയുന്നത്. അത് മെയ് സമയത്ത് ഉള്ള നല്ല ദിവസങ്ങൾ ആണ് ഞാൻ പറയുന്നത്. 18, 19, 22, 25, 26, 29, 30 എന്ന് കഴിഞ്ഞാൽ മെയ് മാസത്തിൽ 18-ാം തീയതി, 19-ാം തീയതി, 22, 25, 26, 29, 30 ഈ ദിവസങ്ങൾ വളരെ അനുകൂലമാണ്. ഈ സമയത്ത് നമുക്ക് കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. അടുത്ത മാസമാണെങ്കിൽ 8ഉം 14 2 ദിവസം, ജൂൺ 8ഉം 14 ഇതിന് കൊള്ളാം. ഇതാണ് ഇതിനുള്ളത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് മുഹൂർത്തങ്ങളാണ്, കടം വിടാനുള്ള മുഹൂർത്തങ്ങളാണ്. വിശദമായി ഞാൻ പറയുന്നില്ല, കാരണം എൻ്റെ 3 വീഡിയോകളിലൊക്കെ ഈ കടം വിടുന്നതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ മുഹൂർത്തങ്ങളും എങ്ങനെയാണ് ഓൺലൈനിൽ എങ്ങനെ വിടാൻ പറ്റുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. പിന്നെ പ്രത്യേക സംഭവം മാത്രം പറയാം, നിങ്ങൾ നോട്ട് ചെയ്തുകൊള്ളുക. 18-ാം തീയതി ശനിയാഴ്ച രാവിലെ 10:30-നും 12 മണിക്ക് മധ്യമുള്ള സമയം അനുകൂലമാണ്. 18-ാം തീയതി ശനിയാഴ്ച രാവിലെ 10:30-നും 12-നും. 21-ാം തീയതി ചൊവ്വാഴ്ച വൈകിട്ട് 6:50-നും 8 മണിക്ക് മധ്യം. വൈകിട്ട് 6:50-നും 8 മണിക്ക് മധ്യം. 23-ാം തീയതി വ്യാഴാഴ്ച വൈകിട്ട് 6:15-നും 7:30-നും മധ്യമുള്ള സമയം കൊള്ളാം. വൈകിട്ട് 6:15-നും 7:30-നും.
25-ാം തീയതി ശനിയാഴ്ച രാവിലെ 10-നും 11:30 ഇടയ്ക്കുള്ള സമയം, 10 മണി ആൻഡ് 11:30. അടുത്ത വരുന്നത് 1-ാം തീയതി ശനിയാഴ്ച, ജൂൺ 1-ാം തീയതി ശനിയാഴ്ച 9:30-നും 11 മണിക്കും മധ്യയുള്ള സമയം വളരെ അനുകൂലമാണ്. 8-ാം തീയതി ശനിയാഴ്ച രാവിലെ 9 മണിക്കും 10:30-നും മധ്യമുള്ള സമയവും അനുകൂലമാണ്. അപ്പോൾ 18-ാം തീയതി ശനിയാഴ്ച രാവിലെ 9-നും 10:30-നും മധ്യമുള്ള സമയവും അനുകൂലമാണ്. അപ്പോൾ ഈ സമയം വച്ചിട്ട് നിങ്ങൾ കുറച്ചെങ്കിലും പൈസ കടം വിടാനായിട്ട് ഓൺലൈൻ കൂടെ അയച്ചാലും മതി, കൊടുക്കുക. തീർച്ചയായിട്ടും കഴിയുന്ന നേരത്തെ നിങ്ങളുടെ കടങ്ങളൊക്കെ തീർന്നു കിട്ടും എന്ന് നമുക്ക് വിചാരിക്കാം. ഇനി എല്ലാവർക്കും ഒരു നല്ല ആശംസകൾ നേർന്നുകൊണ്ട് ധനു രാശിയിലുള്ള എല്ലാ നക്ഷത്രക്കാർക്കും ആശംസകൾ നേർന്നു നിർത്തുന്നു. നന്ദി, നമസ്കാരം.